എല്ലാവർക്കും എഫ് ഗുരു മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. പക്ഷേ എത്ര പേർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നുണ്ട്? എന്തുകൊണ്ടാണ് പലരും പാതി വഴിയിൽ വീണു പോകുന്നത്? ഇതിനൊരു മറുപടിയേ ഉള്ളൂ: നിങ്ങളുടെ പ്ലാനിങ്ങിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇല്ല. എന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്? ഒരു മിഷൻ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് പഠിക്കാൻ അത് ഓരോ ഭാഗങ്ങളായി അഴിച്ചു പരിശോധിക്കുന്ന രീതിയാണിത്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അഴിച്ചു പരിശോധിക്കാൻ പോകുകയാണ്. പണക്കാരനാകാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം പാവപ്പെട്ടവനായി തുടരാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ വിജയം നിങ്ങളുടെ വാതിൽക്കൽ വന്നു നിൽക്കും. നമുക്ക് ആ റിവേഴ്സ് യാത്ര തുടങ്ങാം. 1. നാളെ എന്ന മരണക്കെണി അഥവാ ദ പ്രൊക്രാസ്റ്റിനേഷൻ ബ്ലൂ പ്രിന്റ്. പരാജയപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്കാണ് നാളെ. നാളെ തുടങ്ങാം എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ആ അവസരത്തെ കൊല്ലുകയാണ്. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരു പരാജയമായി മാറുന്നത് സങ്കല്പിക്കുക. അന്ന് നിങ്ങൾ സ്വയം പറയുന്ന കാരണം അന്ന് ഞാനത് തുടങ്ങിയില്ല എന്നായിരിക്കും. ആ പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇന്നിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വിജയികൾക്ക് ഇന്ന് മാത്രമേയുള്ളൂ, പരാജയപ്പെടുന്നവർക്ക് എന്നും നാളെയാണ്. 2. അറിവ് കുന്നുകൂട്ടുക, ഒന്നും ചെയ്യാതിരിക്കുക അഥവാ നോളജ് ഹോർഡിംഗ്. യൂട്യൂബ് വീഡിയോകൾ കാണാനും പുസ്തകം വായിക്കാനും നമുക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ പഠിച്ച ഒരു കാര്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ തലയിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ വളരില്ല. ഒരു കാര്യം പഠിച്ചാൽ അത് ഉടൻ തന്നെ പ്രാവർത്തികമാക്കുക. അറിവിനേക്കാൾ വലിയ ശക്തി ആ അറിവ് പ്രയോഗിക്കുന്നതാണ്, അതായത് അപ്ലൈഡ് നോളജ് ഉണ്ടായിരിക്കുക എന്നതാണ്. 3. തെറ്റായ ഉപദേശകരെ തിരഞ്ഞെടുക്കുക അഥവാ ദി എക്സ്പെർട്ട് ട്രാപ്പ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രകാരം ഒരാളുടെ ഉപദേശം സ്വീകരിക്കുന്നതിന് മുൻപ് അയാളുടെ റിസൾട്ട് നോക്കുക. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ഒരാൾ തരുന്ന ബിസിനസ് ഉപദേശം നിങ്ങളെ എവിടെ എത്തിക്കും? പരാജയപ്പെട്ടവരുടെ ഉപദേശം നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കൂ. നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴുകന്മാരുടെ കൂടെ കൂടുക, കോഴികളുടെ കൂടെയല്ല. 4. പരാജയത്തെ അവസാനമായി കാണുക അഥവാ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഫെയിലിയർ. വിജയിച്ച ഏതൊരു ബിസിനസ്സും പരിശോധിച്ചാൽ അതിനു പിന്നിൽ നൂറുകണക്കിന് പരാജയങ്ങൾ കാണാം. പരാജയപ്പെടുമ്പോൾ എല്ലാം നിർത്തിപ്പോകുന്നവനാണ് യഥാർത്ഥ തോൽവി ഏറ്റുവാങ്ങുന്നത്. ഒരു പരാജയമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അഴിച്ചു പരിശോധിക്കുക, അതായത് ഡീകൺസ്ട്രക്ട് ചെയ്യുക. ആ തെറ്റ് തിരുത്തി വീണ്ടും തുടങ്ങുന്നതാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം. 5. ഇര മനോഭാവം വളർത്തുക അഥവാ ദ വിക്ടിം മൈൻഡ് സെറ്റ്. എൻ്റെ അച്ഛന് പണമില്ലായിരുന്നു, ഗവൺമെന്റ് ശരിയല്ല, നാട്ടിൽ പണിയില്ല. ഈ പരാതികൾ ദരിദ്രന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റുക. പരാതി പറയുന്ന സമയം കൊണ്ട് പരിഹാരം കണ്ടെത്തുക. 6. ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന കാത്തിരിപ്പ് അഥവാ ദ സേവിയർ ഇലൂഷൻ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ ആരും വരില്ല. നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ ഒരു രാഷ്ട്രീയക്കാരനും വരില്ല. സ്വന്തം ജീവിതത്തിന്റെ റിവേഴ്സ് മാപ്പ് നോക്കിയാൽ നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാകും. ആരെങ്കിലും വന്ന് സഹായിക്കും എന്ന് കരുതിയിരിക്കുന്നത് ജീവിതം പാഴാക്കലാണ്. 7. പണക്കാരനാകാൻ പാവപ്പെട്ടവനായി അഭിനയിക്കുക അഥവാ ഫേക്ക് റിച്ചസ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി EMI അടച്ച് വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നത് ദാരിദ്ര്യത്തിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതിനെ റിവേഴ്സ് ചെയ്തു നോക്കൂ. ആഡംബരത്തിന് ചിലവാക്കുന്ന പണം ഒരു ഇൻവെസ്റ്റ്മെന്റിലിട്ടാൽ 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം എത്ര വലുതായിരിക്കും. പണക്കാരനായി അഭിനയിക്കാതെ പണക്കാരനാകാൻ ശ്രമിക്കുക. 8. തിരക്കാണെന്ന് നടിക്കുക, പക്ഷേ ഫലം 0 അഥവാ ബിസി വേഴ്സസ് പ്രൊഡക്റ്റീവ്. പകൽ മുഴുവൻ പണിയെടുക്കുന്നതുകൊണ്ട് മാത്രം പണം വരില്ല. കഴുതയെപ്പോലെ പണിയെടുക്കാതെ സിംഹത്തെപ്പോലെ വേട്ടയാടുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന 20% കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ആ 20% കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നൽകുക. ബാക്കി 80% അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. 9. ഉറപ്പില്ലാത്ത ലക്ഷ്യങ്ങൾ അഥവാ ദ ഹാഫ് ബിൽറ്റ് ബ്രിഡ്ജ്. പല കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിലും എത്താൻ കഴിയില്ല. നിങ്ങൾ പണിയുന്ന പാലം അക്കരെ എത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം. 10 പാലങ്ങൾ പകുതി ദൂരം പണിയുന്നതിനേക്കാൾ നല്ലത് ഉറപ്പുള്ള ഒരു പാലം ലക്ഷ്യസ്ഥാനം വരെ പണിയുന്നതാണ്. ഒരു ലക്ഷ്യം പിടിച്ചാൽ അത് പൂർത്തിയാക്കുന്നതുവരെ വിടരുത്. 10. എനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം അഥവാ ദ ഡെത്ത് ഓഫ് ലേണിംഗ്. പഠനം നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ബുദ്ധി മരവിക്കുന്നു. ലോകം മാറുകയാണ്. ആ മാറ്റത്തിനൊപ്പം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് സ്വയം അപ്ഡേറ്റ് ചെയ്യുക. എനിക്കെല്ലാം അറിയാം എന്ന് കരുതുന്നവർക്ക് പുതിയ അവസരങ്ങൾ കാണാൻ കഴിയില്ല. എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക. സുഹൃത്തുക്കളെ, പരാജയപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ പരാജയപ്പെട്ട് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ 10 പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ റിവേഴ്സ് ഗിയറുകളാണ്. ഇത് തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ ഓരോ കഷ്ണങ്ങളായി അഴിച്ചു പരിശോധിക്കുക. ആ ലക്ഷ്യത്തിലെത്താൻ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക. റിവേഴ്സ് എഞ്ചിനീയറിംഗ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ്.
ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇന്നു മുതൽ ജീവിതത്തിൽ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിജയം കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. നന്ദി.